നമുക്ക് 2,75,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. 2,75. അതിന് 4 ടയർ കട്ട് പുത്തം അലേവിയില് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സെറ്റ് എല്ലാം ഉള്ള വണ്ടി. ഇത് നമുക്ക് 1,50,000 രൂപ കൊടുക്കാം. 1,50,000 പേപ്പറല്ലേ? 30 ഫുൾ പേപ്പർ. മറ്റേ 2007 LXI ആണ്. ഇത് നമുക്ക് 65 രൂപ കൊടുക്കാം. വെറും 65,000 രൂപയ്ക്ക് AC പവർ വർക്കിംഗ് വണ്ടിയാണ്. 65 രൂപ കൊടുക്കാം. ഇപ്പൊ നമുക്ക് 1,75 കൊടുക്കാം. 1,75. ഇത് നമുക്ക് 2,00,000 രൂപ കൊടുക്കാം. SLS ആട്ടോ. SLS വന്നത് ഫുൾ ഓപ്ഷൻ. AC പവർ ഷാങ്ക് 4 പവർ വരും അല്ലേ? 75,000 രൂപയ്ക്ക് 2,700 അല്ലേ? ഓൾമോസ്റ്റ് ഒരു 3 മാസം ശേഷമാണ് നമ്മളിപ്പോൾ നമ്മുടെ ദിലൂസ് മോട്ടോഴ്സിൽ വന്നിട്ടുള്ളത്. ദിലൂസ് മോട്ടോഴ്സിൽ എപ്പോൾ വന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാടധികം നല്ല ചെറുവണ്ടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതായത് ചെറുവണ്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടികളായിരിക്കും. ഏകദേശം ഒരു 10, 12, 15 വർഷം പഴക്കമുള്ള വണ്ടികളൊക്കെ ആയിരിക്കും മിക്കവാറും ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല കണ്ടീഷനാണ്, റണ്ണിങ് കണ്ടീഷനാണ്. ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന വൃത്തിയുള്ള വണ്ടികളാണ്. പക്ഷേ ഇത് കുറച്ച് പഴയ മോഡൽ വണ്ടികളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ചെക്ക് ചെയ്തെടുക്കുക. നോ ഗ്യാരണ്ടി നോ വാറണ്ടി. ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, യൂസർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് പഴയ മോഡലാണ് അല്ലെങ്കിൽ കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടിയാണെന്ന് വെച്ചിട്ട് അതിന് ക്വാളിറ്റി കുറവ് അല്ലെങ്കിൽ ആ വണ്ടി കൊള്ളില്ല എന്നൊരു അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വരിക, വന്നിട്ട് ചെക്ക് ചെയ്തെടുക്കുക. ഈ കിടക്കണ ആ വണ്ടികളൊക്കെ ഇല്ലേ, അത്യാവശ്യം നിങ്ങൾ വന്ന് നോക്കിയാൽ മനസ്സിലാവട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ 15, 16, 12 ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാം നല്ല വൃത്തിയുണ്ട്. ബോഡി വൈസ് ഒന്നും കുഴപ്പമില്ല, ആക്സിഡൻസ് ഇല്ല, സിംഗിൾ ഓണർ വണ്ടികളുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, വരിക, വന്ന് മാക്സിമം ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ. അപ്പോൾ എന്തായാലും ഏറ്റവും വില കുറച്ചിട്ട് ചെറു വണ്ടികൾ വേണ്ടവർ നേരെ വരേണ്ട സ്ഥലമാണ് നമ്മുടെ ദിലൂസ് മോട്ടോഴ്സ്. ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു ഹൈവേ സൈഡിൽ തന്നെയാണ്. ജസ്റ്റ് പാണ്ടിക്കാടിൻ്റെ ലൊക്കേഷൻ ഇട്ട് വന്നാൽ തന്നെ നിങ്ങൾക്ക് എത്തുന്നതിൻ്റെ ഒരു 3 കിലോമീറ്റർ മുമ്പ് നിങ്ങൾക്ക് ഇവരുടെ ഷോറൂം കാണാൻ പറ്റും കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ വന്നിട്ട് കയറി കാണാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്ക്, മാക്സിമം ഷെയർ ചെയ്തെടുത്തേക്ക്. ഒരുപാടധികം ആൾക്കാർ വണ്ടികളൊക്കെ നോക്കുന്നുണ്ടാവും. എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ. പേരും ചൂടാണ്. ഒരു AC ഉള്ള വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ബൈക്ക് കൊടുക്കുക. ഇവിടെ വന്നാൽ 60, 65 ഒരുപാട് വണ്ടികളുണ്ട്. മിസ് ചെയ്യണ്ട, നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വലിയ വണ്ടിയും ചെറിയ വണ്ടിയൊക്കെ ചെറിയ വിലയ്ക്ക്. ഞാൻ സർക്കാർ എന്തായാലും നമ്മളൊരു 3-4 മാസത്തിന് ശേഷമല്ലേ വന്നില്ല? 3 മാസമായി നമുക്ക് ചെയ്തിട്ടല്ലേ. പിന്നെ ഇവിടെ പിന്നെ വണ്ടി വരാനുള്ള സമയമില്ല അല്ലേ? ചെറു വണ്ടികൾ മാത്രം അവിടെ കിട്ടണമില്ല. ഒന്നാതിപ്പോൾ കിട്ടുന്ന വണ്ടി വേഗം പോകുന്നുണ്ട്. ഈ ചെറിയ വിലയ്ക്ക് വണ്ടികൾ അന്വേഷിക്കുന്ന ഒരാൾ പോലും മിസ് ചെയ്യണ്ട അല്ലേ? ഇവിടെ വരിക. ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും അറിയാനുള്ള കാര്യമാണ്. ഇപ്പൊ എന്താ വണ്ടിയുടെ ഒരു കണ്ടീഷൻ? വണ്ടി കുഴപ്പമൊന്നുമില്ല, പഴയ മോഡൽ വണ്ടിക്ക് നല്ല വണ്ടികളാണ്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വന്നാണ്ട് ചെക്ക് ചെയ്തിട്ട് പേരൊക്കെ നോക്കിയിട്ട് ഓക്കെ എടുക്കുക. 15 വർഷം ബാക്കുള്ള വണ്ടിയാണ് അധികം ഉണ്ടാകാൻ നിലവിലുള്ള കണ്ടീഷൻ വണ്ടികളാണ്. ഇന്നോവയിലും ചെറു വണ്ടികളൊക്കെ കണ്ടീഷൻ. അതായത് ഈ പഴയ മോഡൽ വണ്ടികളൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന കംപ്ലൈന്റ് ഉപയോഗിച്ചോളൂ അല്ലേ? തുടങ്ങാം നമുക്ക്. നല്ല അപ്പോൾ അടിപൊളി സാധനം ആദ്യം കാണിച്ചാൽ ഇന്നോവയാണ്. ഇതേ മോഡൽ? ഇത് 2005 മോഡൽ വി ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊന്നും കാണിക്കില്ല. നിങ്ങൾ ഫോട്ടോസ് ഒക്കെ ഇല്ലേ? വണ്ടി കാറ്റലോഗ് ഉണ്ടാവും. കാറ്റലോഗ് അയച്ചു കൊടുക്കുക അല്ലേ? അപ്പോൾ 2005 അടിപൊളി. ഇത് 2015 ലുക്ക് ഉണ്ട്. വണ്ടി ഫുള്ള് 4 ടയർ യോക്കോമ പുതിയതാണ്. ഇത് 4 ടയറും പുത്തൻ ടയറാണല്ലോ. നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് സെറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിന്റെ മാത്രം ഞാൻ ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു തരാം. നല്ല വൃത്തിയിലെ വണ്ടി, ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയിലെ ഇന്നോവ. എന്താ ക്ലീൻ നോക്കി. ഇപ്പോഴും 2005 വണ്ടി നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. 30 പേപ്പറുണ്ട്. ഇത് വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല, മേജായിട്ട് അപാകത കാര്യങ്ങൾ. Type 4 വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി. 30 പേപ്പർ, ഇൻഷുറൻസ് കാര്യം എല്ലാം ഓക്കെ. കിലോമീറ്റർ 5 മുറത്ത് കൂടി ഉണ്ടാവും അല്ലേ? 2ന്റെ മുകളിൽ 3 അടുത്തായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് 1 വർഷം 1.5 വർഷമായിട്ട് നമുക്ക് പരിചയം വണ്ടി. അതെ അല്ലേ? ഓക്കെ. കാരണം എല്ലാവരുടെയും സംശയം ചോദിച്ചോളൂ. 2005 നല്ല വണ്ടിയാണ്. അതെ അല്ലേ? ശരി. ഇതിപ്പോ നമുക്ക് വില പറയുന്നത് അത് ഞാൻ കേൾക്കാം. വിലക്ക് 3-3.5 ചോദിക്കാം. നമുക്ക് 2,75,000 രൂപ കിട്ടിയാൽ കൊടുക്കാം. 2,75. അതിന് 4 ടയർ കട്ട് പുത്തം അലേവിയില് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സെറ്റ് എല്ലാം ഉള്ള വണ്ടി. ഒരു 25 രൂപയുടെ ടയർ ഒന്നും ചെയ്യാല്ല. അതെ. പിന്നെ വേറെ കേസ് പറഞ്ഞാൽ നല്ലോണം ചെക്ക് ചെയ്ത് ഓടിച്ച് ട്രയലൊക്കെ എടുത്ത് ഓടിച്ച് നോക്കിയിട്ട് ഓക്കെ വണ്ടി പഴയ വണ്ടി ആകുമ്പോൾ പറയാം. മാക്സിമം ചെക്ക് ചെയ്താൽ ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ നോ ഗ്യാരണ്ടി നോ വാറണ്ടി അല്ലേ? അതൊക്കെ ചെക്ക് ചെയ്ത് ഓട്ടിട്ട് 5-10 കിലോമീറ്റർ ഓട്ടി നോക്കിയിട്ട് കൊണ്ടുപോയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. ഞാൻ എടുത്ത് പറഞ്ഞതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടാവും. 2,75,000 രൂപയ്ക്ക് ലോൺ കിട്ടൂല. നോക്കിയിട്ട് എടുത്തോളൂ. അടുത്ത ഇതാണെങ്കിലോ? ഇത് 2010 മോഡൽ പഴയ റൈസർ G4. 11 G4 അല്ലേ? എന്താ മോനെ ക്ലീൻ. വണ്ടിയാ. സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ് ഇല്ല, ഗ്യാരണ്ടി കൊടുക്കാം. റിയല്ലേ? റീപ്പോ ഫ്രീ ആയിട്ടുള്ള നമ്മൾ റിയായതാ. അതെ അല്ലേ? 2ാമത്തെ ഓർഡർ നമ്മള്. ഇതിന്റെയും കൂടി ഇന്ത്യയിൽ നല്ല നീറ്റ് 7 സീറ്റ് വണ്ടിയാണ്. 2031 പേപ്പർ ഉണ്ട്. ഇതാ മറ്റേ ആൻഡ്രോയിഡും ചെയ്താൽ മതി അല്ലേ? ആൻഡ്രോയിഡ് സെറ്റ്, ആൻഡ്രോയിഡ് കമ്പനി സെറ്റ് ഉള്ളൂ. നല്ല ഗ്രില്ലും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ശരി. ഇതിപ്പോ 10-11 വണ്ടി G4 എന്താ വില? ഇത് നമുക്ക് 4,20,000 രൂപ കിട്ടി നമുക്ക് കൊടുക്കാം. 4,20,000 നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലും ചെറിയ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയാണ്. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് CNG കയറ്റ സ്വിഫ്റ്റ് പെട്രോൾ 2010 റൈസർ വണ്ടിയാണ്. 30 പേപ്പർ ഉണ്ട്. CNG നല്ല മൈലേജ് ഉണ്ട്. അലേവിയില് ടയർ കാര്യങ്ങളെല്ലാം ഫുള്ളാണ്. നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ? വണ്ടി ഓവറോൾ നല്ല നീറ്റാട്ടോ. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഗ്യാരണ്ടി കൊടുക്കാം. ഇത് നമുക്ക് 1,50,000 രൂപ കൊടുക്കാം. 1,50,000 പേപ്പറല്ലേ? 30 ഫുൾ പേപ്പർ ഉണ്ട് അല്ലേ? അടിപൊളി.
1,50,000 രൂപയ്ക്ക് അത് എടുത്തുകൊണ്ട് പോകാൻ നല്ല വൃത്തിയുള്ള വണ്ടി. അതുപോലെ തന്നെ ഡിസൈർ ആണെങ്കിലോ? ഡിസൈർ നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2013 12 മാസം വണ്ടി. 13-12 മാസം സിംഗിൾ ഓണർഷിപ്പ് 1.16 കറക്റ്റ് ഓട്ടം. 1001 ഫാൻസി നമ്പർ. ഡീസൽ അല്ലേ? ഡീസൽ അല്ലേ? ഒരു റീപ്ലേസും ഇല്ല. ഡോക്ടർ യൂസ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് എല്ലാ ഭാഗം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. എന്താ വില? ഇത് നമുക്ക് 3,20,000 രൂപ കൊടുക്കാം. 3,20,000 2013 12 മാസം വണ്ടി സിംഗിൾ ഓണർഷിപ്പ്. ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? ക്വാളിറ്റി ഫാൻസി നമ്പർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഫുൾ വൃത്തിയുണ്ട് കേട്ടോ. അതും സിംഗിൾ ഓണറാണ്. നോക്കണം, കോൺടാക്ട് ചെയ്തോ. ഫുൾ ഫോട്ടോസ് ഒക്കെ വേണേൽ അയച്ചു തരും. അതുപോലെ തന്നെ ഇത് 2012 അൾട്ടോ LXi. 12 LXi. ഓക്കെ, ഇത് നമുക്ക് എന്തൊക്കെ വില? ഇത് നമുക്ക് 1,15 കൊടുക്കാം. 1,15 2012 LXi ആണ്. റീപ്ലേസ് ഇല്ല, ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അതായത് 12 മോഡൽ ഉള്ളതുകൊണ്ടാണ് 1,15 വരുന്നത്. 1,15. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. ഇനി അതുപോലെ തന്നെ ഇത് നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും. 2007 LXi ആണ്. ഇത് നമുക്ക് 65 രൂപ കൊടുക്കാം. വെറും 65,000 രൂപയ്ക്ക് AC പവർ വർക്കിംഗ് വണ്ടിയാണ്. 65 രൂപ കൊടുക്കാം. വെറും 65 രൂപ. AC പവർ സ്റ്റിയറിംഗ് ഇല്ലേ? AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് ഓട്ടിയിട്ട് പഠിച്ച ടീമോ ചെറിയ യൂസിനൊക്കെ പറ്റിയ വണ്ടി 65 രൂപയ്ക്ക്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വണ്ടിയല്ലേ ഇത്? അല്ലേ? അത് നല്ലതേ, വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇത് ഹുണ്ടായിന്റെ ഗഡ്സ് 2005 മോഡൽ. കുഴപ്പമുള്ളൂ. അടിപൊളി ബോഡി ക്വാളിറ്റി, നല്ല വണ്ടി. പക്ഷേ മൈലേജ് കുറവ്. മൈലേജ് 14, 13, 14 കിട്ടുള്ളൂ. 12 ഒക്കെ പ്രതീക്ഷ. അല്ല, ലേവിയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. 30 വരെ പേപ്പർ ഫുള്ളാണ്. 2005 അല്ലേ? 30 വരെ ഫുൾ പേപ്പർ. ഇത് നമുക്ക് 68 രൂപ കൊടുക്കാം. 68,000 രൂപ. അതിന്റെ ക്വാളിറ്റി വണ്ടിയാണ്. AC പവർ സ്റ്റാൻഡ് 30,000 രൂപ. നല്ല ബോഡി വെയിറ്റ് അല്ലേ? നല്ല ബോഡി വെയിറ്റ്. അതെ അതെ. വേറെ അപാധയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, അപാധിയില്ല, ഒന്നുമില്ല. നല്ല വർക്കിംഗ് ആണ്. ഓടിക്കാനൊക്കെ സ്മൂത്ത്. ഒരു 68,000 ചെക്ക് ചെയ്തെടുത്തോളൂ അല്ലേ? അലേവിയില് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതാണെങ്കിലോ? ഇത് 2010 റൈസർ സൈലോ. പുതിയ പേപ്പർ 2030 വരെ. 10-11 സൈലോ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് പിന്നെ കിലോമീറ്റർ ഒന്നും ഞാൻ പറയാത്തതിന്റെ കാരണം 1,70,000 പല വണ്ടിക്കും ഇതൊന്നും പറയാത്തതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉറപ്പൊന്നുമില്ല. ചെറിയ മോഡൽ വണ്ടികൾ 10-15 കൊല്ലം ബാക്കിലെ വണ്ടികളാകുമ്പോൾ കറക്റ്റ് വരണ്ട. ഇത് മോഡൽ ഏതാ പറയുന്നത്? 10-11 റൈസർ. ശരി, എന്താ വില? ഇപ്പൊ നമുക്ക് 1,75 കൊടുക്കാം. 1,75. 2010 റൈസർ ഫുൾ ഓപ്ഷൻ 7 സീറ്റ്. അതും പേപ്പറുള്ള വണ്ടി അല്ലേ? ഫുൾ പേപ്പർ. 1,70,000 രൂപ ഇതെടുത്തോളൂ. അടിപൊളി 7 സീറ്റർ വണ്ടി. അതേപോലെ തന്നെ വേറൊരു 7 സീറ്റർ കിടപ്പുണ്ട്. ബൊലേറോ ആണ്. അത് ബൊലേറോ 2010 റൈസർ സെയിം വണ്ടിനെ. 10 മോഡൽ 15 റേസ്. 30 നീവലും കാര്യപ്പെടുത്താണ്. SLS ആണ്. ടർബോ DI എഞ്ചിൻ വരുന്ന വണ്ടി. ഇതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് വളരെ കുറവാണ്. ജീപ്പിൽ ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സെൻസറും ഒരു സാധനവും ഇല്ല, ഒന്നുമില്ല. DI ആയതുകൊണ്ട്. അതെ അതെ, അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി കലക്കണ്ട്, കുഴപ്പമൊന്നുമില്ല. 10-15 30 പേപ്പർ ഉണ്ട്. വില എത്ര വരും? ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. SLS ആട്ടോ. SLS വന്നത് ഫുൾ ഓപ്ഷൻ. AC പവർ സ്റ്റാൻഡ് 4 പവർ വരും അല്ലേ? മോശമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടി, കുഴപ്പമൊന്നുമില്ല. കണ്ടാൽ ഒരിക്കലും 10-15 പറയില്ല. ഇഞ്ചൻ ഭാഗം നോക്കേണ്ട അവസരം. ജീപ്പ് മോഡൽ കൊണ്ടിറക്കാം. മറ്റേ ഒരു വെടിക്കെട്ട് ഇഞ്ചൻ. ഇതാണെങ്കിലോ? ഇത് 2008 മോഡൽ MPF ഇഞ്ചൻ വരുന്നത്. 28 വരെ പേപ്പറിൽ വണ്ടി. അതും ഏത് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്കൊരു 75 രൂപ കൊടുക്കാം. വെറും 75,000 രൂപ MPF ഇഞ്ചൻ വരുന്നത്. അതും പേപ്പറുള്ള വണ്ടി. പേപ്പർ 28 വരെ പേപ്പർ. ഇതിനൊന്നും നിങ്ങൾ ലോൺ പ്രതീക്ഷിക്കരുത്. ഒന്നിനും കിട്ടൂലേ? ഇല്ല, ലോൺ കിട്ടാൻ വേണ്ടി നമ്മൾ വിളിക്കും, പറഞ്ഞു കൊടുക്കാം അല്ലേ? ഈ പഴയ മോഡൽ എനിക്ക് തോന്നുന്നു 2015 താഴേക്കുള്ള ഒന്നിനും കിട്ടും. 10 വരെ കൊടുക്കാം. നമ്മൾ സൈലോമ കൊടുക്കാം, ബൊലോറമ കൊടുക്കാം. നല്ല സിവിലും കാര്യങ്ങളും ആൾക്കാർക്ക് കൊടുക്കാം. ഫിനാൻസ് പോലത്തെ ആണോ? ഫിനാൻസ് അല്ല, ബാങ്ക് ശ്രീരാമോ. പ്രൈവറ്റ് ഫിനാൻസ് അല്ലേ? ഓക്കെ, മോശമൊന്നുമില്ല. അപ്പൊ ഇതാണെങ്കിലോ? ഇത് 2008 മോഡൽ LXi വണ്ടി. 8 LXi. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 80 രൂപ കൊടുക്കാം. 28 പേപ്പറിൽ വണ്ടി 80,000 രൂപ. 80,000 രൂപയ്ക്ക് ചെറിയ പാർട്ടി നല്ല വണ്ടികള്. മോശമൊന്നുമില്ല, വണ്ടി അല്ലേ? നല്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ക്ലീൻ പീസ് വണ്ടി. 2012 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 84 കിലോമീറ്റർ. നല്ല ക്ലീൻ വണ്ടി. പോളിഷും ചെയ്തിട്ടില്ല, നല്ല ക്ലീൻ. അലേവിയിലെ കാര്യങ്ങളൊക്കെ കേട്ടൻ. 2012 മോഡൽ കേട്ടൻ LXi. കിലോമീറ്റർ അറിയോ? 84 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓർഡർ പാണ്ടിക്കാട് ഡ്രസ് വണ്ടിയാണ്. ശരി, ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1,40 കൊടുക്കാം. ക്ലീൻ വണ്ടി കേട്ടോ. 1,40,000. അതെ, എങ്ങനെ ചെക്ക് ചെയ്ത് 100% ഗ്യാരണ്ടി കൊണ്ടാണ്. അത് നിങ്ങൾ വരെ വന്ന് നോക്കിയിട്ട് മാത്രം എടുക്കുക. ഇത് ഡാൻസർ റെഡിക്കോ 2017 മോഡൽ വണ്ടി. 17 റെഡിക്കോ? 32 വരെ പേപ്പറുള്ള വണ്ടി. 2017 മോഡൽ. AC പവർ, വിൻഡോ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വിലയോ? ഒന്നര താഴെ ഓടിയിട്ടുള്ളൂ. വില നമുക്ക് 1,65,000 രൂപ കൊടുക്കും. 17 മോഡൽ കേട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ വണ്ടിന്റെ എത്ര പോലും വന്നവർക്ക് മടങ്ങൂല. ക്ലീൻ വണ്ടി, ടയർ ആയാലും എല്ലാം കൊണ്ടും. അപ്പൊ നല്ല അടിപൊളി ഒരു 17 വണ്ടി നോക്കിക്കോളൂ. ആർക്കെങ്കിലും വേണമെങ്കിലും മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സാൻഡ്രോ സിംഗ് 2008 മോഡൽ. 8 മോഡൽ സിംഗ്. 28 വരെ പേപ്പർ, റീപ്ലേസ് ആത്ത വണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കട്ടോ. റീപ്ലേസ് ആയ ഗ്യാരണ്ടി കൊടുക്കാം. AC പവർ സ്റ്റാൻഡ്, പവർ വിൻഡോ, എല്ലാ ഭാഗവും ഫുൾ വെയിറ്റ്. നമുക്ക് എന്താ വില? ഇത് നമുക്കൊരു 85 രൂപ കൊടുക്കാം. വെറും 85,000. നല്ല ഫാൻസി നമ്പർ 77 786 ലാസ്റ്റ് 2008 മോഡൽ പേപ്പർ ഒക്കെ ഫുൾ പേപ്പർ. പുതിയത് 85 രൂപ കൊടുക്കാം. അതും ആർക്കെങ്കിലും വേണേ കോൺടാക്ട് ചെയ്തോ. ഒരു കാര്യം നോക്കട്ടെ, എന്തെങ്കിലും കുറയോ? ഇതിന് കുറഞ്ഞപ്പോൾ മാക്സിമം അടുപ്പിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. എന്നാലും നിങ്ങൾ എന്തെങ്കിലും ചില്ലറ കുറച്ച് കൊടുക്കും. എണ്ണക്കായി കുറച്ച് കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ ട്രാൻസ്ഫർ പൈസ കുറച്ച് കൊടുക്കാം. ഇനി ഇതാണെങ്കിലോ? ഇത് 2011 മോഡല്. 11 8ാം മാസം വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പേപ്പർ പുതിയ എടുത്തിട്ട് അടുത്തുള്ള പാർട്ടി പുതിയ എടുത്തു കൊടുക്കുക. അല്ലെങ്കിൽ പേപ്പറിന്റെ പൈസ കീസർ കൊടുക്കാം. 11 8ാം മാസം അല്ലേ? 8ാം മാസം. 4 മാസം കഴിഞ്ഞാൽ പേപ്പർ വരുന്നുണ്ട്. ടാക്സ് 10 രൂപ വരുള്ളൂ, അല്ലാതെ വരില്ല.
അതെ അതെ. വില എത്ര ഉണ്ട്? ഇത് നമുക്ക് പേപ്പർ ഫുള്ള് ക്ലിയർ 1.70 കൊടുക്കാം. 1.70 പേപ്പറിന്റെ ടാക്സിന്റെ റിന്യൂവൽ ചാർജ് ഒരു റീപ്ലേസ് കേട്ടോ. ഒന്നുമില്ല. അടിപൊളി, നല്ല നീറ്റ് വണ്ടി. ഇതൊക്കെ ചെക്ക് ചെയ്തൊരു വർഷോപ്പിൽ എവിടെ ചെക്ക് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, ഇതാണെങ്കിലോ? അത് 12 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 12 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് LXI ആ? ഇത് LXI, സെയിം LXI. കിലോമീറ്റർ ഒന്നും പറയുന്നില്ല. കിലോമീറ്റർ 1ന്റെ മുകളിലിട്ടത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് ഇസിരി ഒന്നും എടുക്കാൻ കിട്ടാത്ത സാധനം പറഞ്ഞിട്ട് കാര്യമില്ല. ചെക്ക് ചെയ്യാൻ വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കുക. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1.95 കൊടുക്കാം. 1,00,000 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ, നല്ല വൃത്തിയുള്ള വണ്ടി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 17 മോഡല് അൾട്ടോ 800 ആണ്. 17 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട്. വൃത്തിയുണ്ട്. ബോണ്ട് മാത്രം റീപ്ലേസ്, വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോ നമുക്ക് എന്തൊക്കെ വില വരുന്നത്? ഇത് 2,15,000 റുപ്യ കൊടുക്കാം. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വണ്ടിക്ക് 2.15, 2.30, 2.40 മാർക്കറ്റ് ഉണ്ട്. നമുക്ക് വണ്ടി വന്ന് ചെക്ക് ചെയ്ത് ഓടിച്ച് നോക്കി 100% ഓക്കെ. ഒരു അപാധയില്ലല്ലോ. നല്ല കണ്ടീഷൻ വണ്ടി. നല്ല വണ്ടി അല്ലേ? അതുപോലെ തന്നെ ഇത് 2008 റൈസർ വണ്ടിയാണ്. 28 പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റാറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരും. മേജർ കുഴപ്പമൊന്നും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. LXI നമുക്കൊരു 75 റുപ്യ കൊടുക്കാം. 2007 മോഡൽ 8 റൈസർ. 7 വണ്ടിക്ക് 75 രൂപ. 7 മോഡൽ 8 റൈസറാണ്. 28 പേപ്പർ ഉണ്ട്. വണ്ടി പക്കല്ലേ? വണ്ടി ഓടിക്കാനൊക്കെ പക്ക, എല്ലാം വർക്കിംഗ് ആണ്. ശരി. അതുപോലെ തന്നെ ഇത് 2007 മോഡൽ അൾട്ടോ LXI, AC പവർ സ്റ്റാറിംഗ്, അലവിയില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലവിലൊക്കെ നല്ല രസമുണ്ടോ? 27 പേപ്പർ, എല്ലാം ക്ലിയർ ആണ്. അത് നമുക്ക് 75 റുപ്യ ഇതും കൊടുക്കാം. 75,000 രൂപയ്ക്ക് 2007 വണ്ടി അല്ലേ? അത്യാവശ്യം മോശം ഓടിക്കാൻ കണ്ടീഷൻ വണ്ടിയാണ്. ചെറിയ പാർട്ടിക്കാണ്. അതെ. അതുപോലെ തന്നെ ഇവിടെ ബാക്കിലോട്ട് വരുമ്പോൾ ഒരു ഇത് 2012 മോഡൽ ഇൻഡിഗോ CS. പണ്ടത്തെ രാജാവാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസോ കാര്യം ഒന്നും മാറിയിട്ടില്ല. 12 മോഡൽ അല്ലേ? അതെ. കിലോമീറ്റർ ഒക്കെ അറിയോ? കിലോമീറ്റർ 1ന്റെ അടുത്തുണ്ട്. ഇത് ഡീസൽ വണ്ടിയാണ്. വണ്ടി കുഴപ്പമൊന്നുമില്ല. ചെറിയ വിലക്ക് കൊടുക്കാം നമുക്ക്. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 65 റുപ്യ കൊടുക്കാം. വെറും 65,000. 12 മോഡൽ CS ആട്ടോ. അടിപൊളി. പവർ വിൻഡോ വർക്കിംഗ്. വെറും 65 രൂപ ഇത്രയും വലിയൊരു വണ്ടി എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ അൾട്ടോ ഇത് 2005 മോഡലാണ്. 2030 ടാക്സും കാര്യമൊക്കെ അടിച്ചിട്ടുണ്ട്. 27 റിന്യൂവലും കാര്യങ്ങളുണ്ട്. LXI വണ്ടിയാണ്. ശരി. എന്താ വില? ഇത് നമുക്ക് 70 റുപ്യക്ക് ഇത് കൊടുക്കാം. വെറും 70 രൂപ. അത് 2005 വണ്ടി. നല്ല നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി. ഓടിക്കാനൊക്കെ നീറ്റാണ്. ഐറ്റനോ? ഐറ്റം 2010 മോഡലിൽ പുതിയ പേപ്പറും കാര്യം എടുത്താണ്. 30 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 90 റുപ്യ കൊടുക്കാം. വെറും 90,000 രൂപയ്ക്ക് 2010 വണ്ടി. 10 മോഡൽ. അത് നല്ല വൃത്തി കേട്ടോ. ഞാൻ ഈ വൃത്തി എന്ന് പറയുന്നത് ആ മോഡലിന്. അതെ. അല്ലാണ്ട് ഷോറൂം കണ്ടീഷൻ നല്ല. ഷോറൂം കണ്ടീഷൻ അതന്നെ പറഞ്ഞത്. ഇതാണെങ്കിലോ? ഇത് 2009 LXI ആണ്. 29 പേപ്പറും കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് വണ്ടി. ഓക്കെ. ഇതിപ്പോ 2009 വണ്ടി LXI ആണ്. 29 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്കൊരു 85 റുപ്യ കൊടുക്കാം. 2009 LXI 85,000 അല്ലേ? അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഈ കാണിച്ച വണ്ടികളിൽ ഭൂരിഭാഗം വണ്ടികളും ഏകദേശം 1,00,000 രൂപ. കുറെ വണ്ടികളും വരുന്നുണ്ട്. 1, 1.5, 1.60, 1.50, 2 ലക്ഷം അങ്ങനെ. ആരെങ്കിലും വീണ്ടും പറയുന്നു, ആരെങ്കിലും ഇതേപോലെ ചെറുവണ്ടികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നല്ലോണം ചെക്ക് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് എന്നാ വണ്ടി കണ്ടീഷൻ കുഴപ്പമില്ലാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ. ചെക്ക് ചെയ്തെടുക്കുന്നത്. അതെ, മോശമൊന്നുമില്ല. നിങ്ങൾ വരിക, വന്നിട്ട് വണ്ടി നോക്കുക, ഇഷ്ടപ്പെട്ട എടുക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മുടെ ദിലൂസ് മോട്ടോഴ്സിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ അടിപൊളിയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ചെറു വണ്ടികൾ കുറേ എണ്ണം ഉണ്ടല്ലേ? ഞങ്ങളുടെ ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ മലപ്പുറം പാണ്ടിക്കാടാണ്. വെള്ളുവങ്ങാട്. അതായത് മഞ്ചേരിന്ന് 10 കിലോമീറ്റർ വരും. പാണ്ടിക്കാട് 3 കിലോമീറ്റർ. ലൊക്കേഷൻ വരുന്നത് വെള്ളുവങ്ങാട്. അതെ, അതായത് മഞ്ചേരി ടു പാണ്ടിക്കാട് പോകുന്ന ഹൈവേ തന്നെ. ജസ്റ്റ് നോക്കി പോയാൽ അത് വിളിച്ച് കഴിഞ്ഞാൽ കാറ്റലോഗ് ഇട്ട് കൊടുക്കും. നമ്മൾ മെസ്സേജ് ലൊക്കേഷൻ അയച്ചു ഡെലിവറി കൊടുക്കാം. ഡെലിവറി കൊടുക്കും. കഴിഞ്ഞ വർഷം ഡെലിവറി കണ്ണൂർ, കാസർഗോഡ്, പത്തങ്ങനെ പോയി. ഒറ്റ കാര്യം നോക്കിക്കോളാം, നല്ലോണം ചെക്ക് ചെയ്യാം. പിന്നെ വണ്ടി ഡെലിവറി ആണെങ്കിൽ നമ്മൾ അഡ്വാൻസ് തരികയാണെങ്കിൽ വണ്ടി കാര്യങ്ങൾ വീഡിയോസും കാര്യമൊക്കെ വിട്ടെടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് വരുള്ളൂ. എല്ലാ വീഡിയോസ് നിങ്ങൾ വരിക, നല്ലോണം ചെക്ക്. അത് വേറെ ഒരു ഇതില്ല, ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ആണ്. ചെറുവണ്ടികൾ വേണ്ട, മിസ് ചെയ്യേണ്ട. ഇക്കാനെ കോൺടാക്ട് ചെയ്തോ, നമ്പർ വെച്ചിട്ടുണ്ട്. അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാൻ. എല്ലാവർക്കും